ഒരിടത്തൊരിടത്ത് ഹീര എന്ന പേരുള്ള മിടുക്കിയായ ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. ഉറക്കം മാറിയില്ലല്ലോ ദൈവമേ, കുറച്ചു നേരം കൂടി ഇരിക്കാം. മോളെ, ഞാൻ ഇത് കൊടുത്തിട്ട് വരാം കേട്ടോ, ഭക്ഷണം കഴിക്കണം. അമ്മ എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് നോക്കാം. ഹാവൂ, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണെങ്കിൽ നല്ല രുചി. ഞാൻ പോവാം. ശരി മോളെ, നോക്കി പോയി വരണം കേട്ടോ. ദേ മോളെ, ഒന്ന് നിന്നേ. ദാ വരുന്നമ്മേ. അങ്ങനെ അവൾ കാട്ടിലൂടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോകാനുള്ള വഴിയിലേക്ക് നടന്നു. എന്ത് രസമാ ഇവിടേക്ക് കാണാൻ, എന്തൊരു ഭംഗിയാ. കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് എത്താറായപ്പോൾ ഒരു അപ്പൂപ്പൻ വിളക്കുണ്ടാക്കുന്നത് കണ്ടു. ഇതാണ് നമ്മുടെ പേപ്പർ അപ്പൂപ്പൻ. രാവും പകലും ഇരുന്ന് പേപ്പർ വിളക്കുണ്ടാക്കി സന്ധ്യയാവുമ്പോൾ ആ വിളക്ക് നദിയിലേക്ക് ഒഴുക്കി അതിന്റെ ഭംഗി ആസ്വദിക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ വിനോദം. കണ്ടില്ലേ കൂട്ടുകാരെ, എന്ത് ഭംഗിയായിട്ടാണ് ഇദ്ദേഹം വിളക്കുകൾ ഉണ്ടാക്കി നദിയിലേക്ക് ഒഴുക്കി വിടുന്നത്. ഇത് അവിടുത്തെ ഗ്രാമവാസികൾക്കും വളരെ ഇഷ്ടമായിരുന്നു. കണ്ടില്ലേ, ഇന്ന് എന്റെ ഗ്രാമം പതിവിലും സുന്ദരമായിരിക്കുന്നു. ദൈവമേ, ഇങ്ങനെ എന്റെ ഗ്രാമം എന്നും സുന്ദരമായിരിക്കുവാൻ, എന്നും എനിക്ക് വിളക്കുണ്ടാക്കുവാൻ ആരോഗ്യം ആയുസ് നീ തരണേ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ വീടിന്റെ പിറകിലുള്ള അപ്പൂപ്പൻ എപ്പോഴും വിളക്കുണ്ടാക്കുന്നത് എന്താ? ഞാൻ അദ്ദേഹത്തെ എപ്പോ കണ്ടാലും അദ്ദേഹം വിളക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ പേരാണ് പേപ്പർ അപ്പൂപ്പൻ. അദ്ദേഹം എന്നും ഈ വിളക്ക് ഉണ്ടാക്കി നദിയിൽ ഒഴുക്കി വിടാറുണ്ട്. അദ്ദേഹം എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല, ഞാൻ ആരോടും ചോദിച്ചിട്ടും ഇല്ല. എങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അദ്ദേഹത്തോട് പോയി ചോദിക്കാം. അങ്ങനെ ഒരു നാളിൽ ഹീര നദിക്കരയിൽ എത്തി. അപ്പോൾ അവൾ ആ വിളക്ക് അവിടെ കത്തി നിൽക്കുന്നുണ്ട്. ഇത് കാണാൻ എന്തൊരു ഭംഗിയാണ്. അങ്ങനെ അവൾ ആ വിളക്കിന്റെ ഭംഗി ആസ്വദിച്ച് കുറെ നേരം അവിടെ നിന്നു. അങ്ങനെ ഹീര ഒരു നാൾ നദിയിൽ വിളക്ക് കത്തിച്ചതിന് ശേഷം വീട്ടിലേക്ക് റാന്തൽ വിളക്കുമായി നടന്ന അപ്പൂപ്പനെ പിന്തുടർന്നു. അപ്പൂപ്പ, എന്റെ പേര് ഹീര. എനിക്ക് അപ്പൂപ്പന്റെ വിളക്കുകൾ വളരെയധികം ഇഷ്ടമാണ്. എനിക്കും അപ്പൂപ്പനെ പോലെ വിളക്കുകൾ ഉണ്ടാക്കാൻ വളരെയധികം ഇഷ്ടമാണ്. അപ്പൂപ്പൻ എനിക്ക് വിളക്കുണ്ടാക്കാൻ പഠിപ്പിച്ചു തരണം. പഠിപ്പിച്ചു തന്നാൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു. അതിനെന്താ മോളെ, ഞാൻ മോളെ വിളക്കുകൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. ഒരു നാളിൽ മോളെ എന്റെ വീട്ടിൽ വന്നാൽ മതി, ഞാൻ മോളെ വിളക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചു തരാം. അപ്പൊ ശരി മോളെ, ഇപ്പോൾ ഞാൻ മോളെ വിളക്ക് ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കാം. മോള് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. മുത്തശ്ശ, ഞാനിപ്പോ വിളക്കുണ്ടാക്കാൻ പഠിച്ചു മുത്തശ്ശ. ഇനി എനിക്ക് എത്ര വിളക്ക് വേണമെങ്കിലും ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ഉണ്ടാക്കുകയും ചെയ്യും. ഹീര വിളക്കുണ്ടാക്കാൻ പഠിപ്പിക്കുകയും മുത്തശ്ശൻ തന്റെ പതിവ് ജോലിയിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. അങ്ങനെ ഒരു ദിവസം മുത്തശ്ശന് പണി പെട്ടുവിടുകയും വിളക്കുണ്ടാക്കാൻ പറ്റാതാവുകയും ചെയ്തു. എന്റെ ഈശ്വര, എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. ഇനി ഞാൻ ഈ വിളക്ക് എങ്ങനെ ഉണ്ടാക്കും? കുറെ ദിവസത്തേക്ക് എനിക്കിത് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. വിശ്രമമാണ് ഇനി വേണ്ടത്. അപ്പൂപ്പന്റെ വിളക്ക് നദിയിൽ കാണാതായപ്പോൾ നാട്ടുകാരെല്ലാം പിറുപിറുക്കാൻ തുടങ്ങി. ഹോ, ഈ നാടിന്റെ ഐശ്വര്യം പോയി. ഇനി പണ്ടത്തെ പോലെ അദ്ദേഹത്തിന് വിളക്ക് കത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മോളെ, മീര പറയുന്ന കേട്ടില്ലേ? മുത്തശ്ശന് സുഖമില്ലെങ്കിൽ നീ ആ മുത്തശ്ശനെ പോയി സഹായിക്കൂ. ശരി അമ്മേ, ഞാൻ പോയി വരാം. പോയിട്ട് എന്താണെന്ന് നോക്കട്ടെ. മോളെ, എനിക്ക് നല്ല സുഖമില്ല. കുറച്ചു ദിവസമായി തുടങ്ങിയിട്ട്, അതുകൊണ്ട് എനിക്ക് വിളക്കും കത്തിക്കാൻ പറ്റുന്നില്ല. സാരമില്ല മുത്തശ്ശ, ഞാൻ സഹായിക്കാം മുത്തശ്ശനെ എല്ലാത്തിനും. ഇനി മോള് അതിനിടയ്ക്ക് പനിക്കാപ്പിയൊക്കെ ഉണ്ടാക്കിയോ? മോക്കറിയോ, ഇവിടുത്തെ മുത്തശ്ശി ഉണ്ടായിരുന്ന കാലത്ത് അവളും ഇങ്ങനെയായിരുന്നു. പനി വന്നാൽ ഉടനെ ഈ ഒരു കഷായക്കൂട്ട് എനിക്ക് വെച്ച് തരുമായിരുന്നു. മുത്തശ്ശൻ ചൂടാറുന്നുണ്ട്, ഈ കാപ്പി ഒന്ന് കുടിച്ചാട്ടെ. പനിയൊക്കെ പമ്പ കിടക്കും. മുത്തശ്ശൻ നല്ല ആശ്വാസവും ഉണ്ടാവും. അങ്ങനെ ഹീര നാട്ടുകാരെയൊക്കെ കൂട്ടി വിളക്കുണ്ടാക്കുവാൻ തുടങ്ങി. ചേട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നേ, എന്നെ ഒന്ന് സഹായിച്ചേ.
മുത്തശ്ശന് ഇതൊക്കെ കണ്ട് വളരെയധികം സന്തോഷമായി. മുത്തശ്ശൻ അവളെ പ്രശംസിച്ചു. മോളെ, നീ നല്ല മിടുക്കി കുട്ടിയാണ്. ഞാൻ വിചാരിച്ചതിലും നന്നായി എല്ലാം തന്നെ ചെയ്തു. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ അസുഖമൊക്കെ മാറി വീണ്ടും വിളക്കുകൾ കത്തിക്കാൻ തുടങ്ങി. നാട്ടുകാർക്കും അത് കണ്ട് വളരെയധികം സന്തോഷമായി. കുട്ടികളെ, നിങ്ങൾക്ക് ഈ കഥ നന്നായി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ